ഭാരതാംബ വിവാദത്തിൽ ഗവർണറും SFIയും വീണ്ടും നേർക്കുനേർ. കേരള സർവകലാശാല സെനറ്റ് യോഗത്തിനെത്തിയ ഗവർണർക്ക് നേരെ ശക്തമായ പ്രതിഷേധവുമായി SFI രംഗത്തെത്തി. മഹാത്മാഗാന്ധിയുടെയും അംബേദ്കറിന്റെയും ചിത്രം ഉയർത്തിയായിരുന്നു പ്രതിഷേധം. വിവാദം തുടരുന്നതിനിടെ രാജ്ഭവനിലെ പരിപാടിയിൽ ഗവർണർ വീണ്ടും ഭാരതാംബയുടെ ചിത്രം വെച്ചു. ഗവർണറും സംസ്ഥാന സർക്കാരും വീണ്ടും പോരിലേക്കെന്ന് സൂചന നൽകുന്നതാണ് കേരള സർവകലാശാലയിലെ ഇന്നത്തെ SFI പ്രതിഷേധം. രാജ്ഭവനിലെ RSS സൈദ്ധാന്തികന്റെ പ്രഭാഷണത്തിൽ സർക്കാരും ഗവർണറും കൊമ്പുകോർത്തതിന് പിന്നാലെയാണ് ഭാരതാംബ വിവാദത്തിൽ പ്രത്യക്ഷ സമരവുമായി SFI വീണ്ടും രംഗത്തെത്തിയത്. സെനറ്റ് യോഗത്തെ അഭിസംബോധന ചെയ്യാനായി സർവകലാശാലയിലെത്തിയ ഗവർണർക്ക് മുമ്പിൽ SFI പ്രവർത്തകർ മഹാത്മാഗാന്ധിയുടെയും BR അംബേദ്കറുടെയും ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടി. ഹെഡ്ഗേവാറിനെയും ഗോൾവാൾക്കറെയും ആരാധിക്കുന്ന ഗവർണർക്ക് ഗാന്ധിയോട് അടങ്ങാത്ത അരിശമെന്ന SFIയുടെ അതിരൂക്ഷ വിമർശനം. RSSന്റെ നേതാക്കളുടെ ചിത്രം മാത്രം കണ്ടുണരുന്ന ഗവർണർ ഈ പറഞ്ഞ പോലെ മഹാത്മാഗാന്ധിയുടെ അംബേദ്കറുടെ ചിത്രം കണ്ട് വിദ്യാർത്ഥികളുടെ യൂണിവേഴ്സിറ്റിക്കകത്തേക്ക് കയറണം എന്നുള്ളതാണ് SFI ആലോചിച്ചിട്ടുള്ള. ആ രൂപത്തിലേക്ക് തന്നെയാണ് നമ്മൾ പ്രതിഷേധം ഉയർത്താൻ വേണ്ടിയും തീരുമാനിച്ചിട്ടുള്ളത്. ഗവർണർ എത്തുന്നതിന് മുൻപ് ഗേറ്റിൽ സ്ഥാപിച്ച ഗാന്ധിയുടെയും അംബേദ്കറുടെയും ചിത്രങ്ങൾ പോലീസ് അഴിച്ചുമാറ്റി. വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാനാണ് SFI തീരുമാനം. എന്നാൽ രാജ്ഭവനിൽ ഇന്ന് വൈകിട്ട് സംഘടിപ്പിച്ച പരിപാടിയിലും ഗവർണർ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം വെച്ച് പുഷ്പാർച്ചന നടത്തി. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായ ഡോക്ടർ V അനന്തനാഗേശ്വരന്റെ പ്രഭാഷണ പരിപാടിയിലാണ് വീണ്ടും ചിത്രം വെച്ചത്. ഗവർണർ ഇരിക്കുന്ന സ്ഥാനത്തെ ബഹുമാനിക്കണമെന്നും കാവ്യവൽക്കരണത്തിന് വേണ്ടിയല്ല പദവി നൽകിയതെന്ന് തിരിച്ചറിയണമെന്നും മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. വന്ന് ഇറങ്ങിയ ഒരാഴ്ച കാലം വളരെ നല്ല കുട്ടിയായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ നിലയിലുള്ള നിലപാട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ അറിയിക്കാൻ മുഖ്യമന്ത്രിക്കൊപ്പം ഡൽഹിയിൽ പോയതോടെ ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്ന് വ്യത്യസ്തനാകും പുതിയ ഗവർണർ എന്ന വിലയിരുത്തലിലായിരുന്നു സംസ്ഥാന സർക്കാർ. എന്നാൽ സർക്കാർ ഗവർണർ പോര് ഇനിയും കടുക്കുമെന്നാണ് വിവരം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.